ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 ഡിസംബർ 30 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഉത്തരകാശിയിലെ സിൽക്കാരിയിൽ തുരങ്കത്തിൽ അകപ്പെട്ട 41 തൊഴിലാളികളെ 17 ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യത്തിന്റെ പേര്? ഉത്തരം ഓപ്പറേഷൻ സുരംഗ്. ചാർധാം ദേശീയപാത പദ്ധതിയുടെ ഭാഗമായ തുരങ്കത്തിന്റെ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് 8 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ നവംബർ 12-നാണ് തുരങ്കത്തിൽ കുടുങ്ങിയത്. ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് മൺകൂനകൾ നീക്കിയതിനോടൊപ്പം നാടൻ പണിയായുധങ്ങൾ കൊണ്ട് ചെറിയ ദ്വാരങ്ങൾ സൃഷ്ടിച്ച് അതിലൂടെ ആൾക്കാരെ രക്ഷിക്കുന്ന റാറ്റ് ഹോൾ മൈനിംഗ് രീതിയും അവലംബിക്കുകയുണ്ടായി. ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന കേന്ദ്രങ്ങളായ ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നിവയെ റോഡ് മാർഗം ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ചാർധാം. പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച് അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ യാത്രാ വിമാനമേത്? ഉത്തരം ബോയിംഗ് 787 ഡ്രീം ലൈനർ. നോർത്ത് അറ്റ്ലാന്റിക് എയർവേസ് ആണ് ദക്ഷിണ ധ്രുവത്തിലെ ട്രോൾ എയർഫീൽഡിലുള്ള ബ്ലൂ ഐസ് റൺവേയിൽ ബോയിംഗ് വിമാനം ഇറക്കി ചരിത്രം സൃഷ്ടിച്ചത്. ഇതോടെ ബോയിംഗ് വിമാനം കീഴടക്കുന്ന 6ാമത്തെ വൻകരയായി അന്റാർട്ടിക്ക മാറി. നോർവേയുടെ ദക്ഷിണ ധ്രുവ പര്യവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള 45 ഗവേഷകരും പര്യവേഷണത്തിനുള്ള 12 ടൺ ഉപകരണങ്ങളുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 2023 വിശ്വസുന്ദരി കിരീടം നേടിയത്? ഉത്തരം ഷെയ്നിസ് പലാസിയോസ്. അന്റോണിയ പോർസെൽഡ്, മൊറായ വിൽസൺ എന്നിവരാണ് 2-3 സ്ഥാനങ്ങളിലെത്തിയത്. 2022 വിശ്വസുന്ദരി അർബണി ഗബ്രിയേലാണ് ഷെയ്ൻസിനെ കിരീടം അണിയിച്ചത്. എൽ സാൽവദോറിന്റെ തലസ്ഥാനമായ സാൻ സാൽവദോറിൽ നവംബർ 19-നാണ് മത്സരം നടന്നത്. 72ാം വിശ്വസുന്ദരി മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ശ്വേത ശർദ ഉൾപ്പെടെ 84 പേർ പങ്കെടുത്തു. 2023 നവംബർ 21-ന് അന്തരിച്ച എഴുത്തുകാരി പി. വത്സല വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കി രചിച്ച നോവൽ ത്രയമേത്? ഉത്തരം നെല്ല്, ആഗ്നേയം, കൂമൻ കൊല്ലി. നിഴലുറങ്ങുന്ന വഴികൾ, റോസ്മേരിയുടെ ആകാശങ്ങൾ, ആരും മരിക്കുന്നില്ല, ഗൗതമൻ, അരക്കില്ലം, വിലാപം, പാളയം തുടങ്ങിയവയാണ് മറ്റു നോവലുകൾ. വേറിട്ടൊരു അമേരിക്ക, ഗാലറി എന്നിവ യാത്രാ വിവരണങ്ങളും മരച്ചുവട്ടിലെ വെയിൽ ചില്ലുകളും അനുഭവക്കുറിപ്പുകളുമാണ്. അധ്യാപികയായിരുന്ന വത്സല കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷയായും പ്രവർത്തിച്ചിരുന്നു. എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. നെല്ല് എന്ന നോവൽ 1974 രാമു കാര്യാട്ട് അതേ പേരിൽ ചലച്ചിത്രമാക്കി. വയലാർ രചിച്ച് സലീൽ ചൗധരി സംഗീതം പകർന്ന കദളി ചെങ്കദളി എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കർ പാടിയ ഏക മലയാളം ഗാനം കൂടിയാണിത്. 2023 നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം? ഉത്തരം ഒമേഗിൾ. 2009 മാർച്ച് 25-നാണ് അമേരിക്കക്കാരനായ ലേഫ് കെ ബ്രൂക്സ് തന്റെ 18-ാം വയസ്സിൽ സജ്ജമാക്കിയ ഈ പ്ലാറ്റ്ഫോം പ്രവർത്തനം തുടങ്ങിയത്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.